അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ വ്ളോഗ് ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുമോനാണ്. അപ്പോൾ ഇന്ന് ക്യാമറമാൻ ആരാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുപ്പാണ് നമ്മുടെ ക്യാമറമാൻ. അപ്പോൾ ഇന്ന് മഴക്കാലൊക്കെ ആയി. അപ്പോൾ നമ്മൾ വീഡിയോ ലേറ്റ് ആയിട്ടുണ്ട്, ഞങ്ങൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസമായി, ഒരാഴ്ച രണ്ടാഴ്ച ഞങ്ങൾ ഇടാതിരിക്കണത്. അപ്പോൾ ഇന്നിപ്പോൾ മഴക്കാലമായിക്കൊണ്ട് ഞങ്ങൾ ചെറിയൊരു ബെൻ്റെ ഒരു ബുദ്ധിയിൽ ക്യാമറമാൻ്റെ ഒരു ചെറിയൊരു ലൈറ്റ് നമുക്ക് മഴക്കാലല്ലേ, അതെ, പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല, ഒരു വെളിച്ചൂല്ല. പിന്നെ മഴ കാരണം ക്യാമറ നനയും. പിന്നെ അങ്ങനെ നൈറ്റ് ഷൂട്ട് ചെയ്യാനും പിന്നെ ഇവിടെ പാടിയിൽ കുറച്ച് ഷൂട്ടിങ് കൂടി ഉണ്ട്, നമ്മൾ വരുന്ന വീഡിയോസിൽ കാണാം നമുക്ക്. അപ്പോൾ അതിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരു ചെറിയൊരു ലൈറ്റ്, എൻ്റെ ബുദ്ധിയിൽ തുടങ്ങിയിട്ടുള്ള ലൈറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റിലേക്ക് കിടക്കാം, പോവാം. നമുക്ക് നമ്മുടെ ഈ സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം GI പൈപ്പിൻ്റെ ഒരു 7 അടിയുടെ പൈപ്പ്, പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണങ്ങൾ, പിന്നെ നമ്മുടെ സൺ പാക്ക് അതൊരു 4 ഷീറ്റ് റെക്റ്റാങ്കിളിൻ്റെ, പിന്നെ സെൽഫ് സ്ക്രൂ, പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ ബ്ലാക്ക് പെയിൻറ്റ്, പിന്നെ ബ്രഷ് കാര്യങ്ങൾ, പിന്നെ ഫെവിക്കോളിൻ്റെ ഇത്, പിന്നെ 2 LED ബൾബ്, ഇൻസുലേഷൻ ടാപ്പ്, ബ്ലാക്ക് കളറാവും നല്ലത് കേട്ടോ, പിന്നെ കോട്ടൺ ക്ലോത്ത്, നല്ല കോട്ടൺ വൈറ്റ് ക്ലോത്ത്, പിന്നെ അലുമിനിയം ഫോയിൽ, നമ്മുടെ ബിരിയാണിക്കൊക്കെ ദമ്മിടില്ല അതന്നെ. അടുത്തത് പിന്നെ ഒരു സ്വിച്ച്, പിന്നെ ഹോൾഡർ, പിന്നെ നമ്മുടെ കണക്ഷൻ ചെയ്യാനുള്ള വയർ, ഇങ്ങനത്തെ ഇല്ലെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള വയറായാലും മതി, ഏതെങ്കിലും ഒരു വയർ. ഇത്ര സാധനമാണ് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ സൺ പാക്ക് നമ്മൾ എന്ത് ചെയ്തെടുക്കുക, 4 എണ്ണം ഒരേപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളും കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ എളുപ്പ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെക്റ്റാങ്കിളായിട്ടുള്ള ഈ സൺ പാക്കിൻ്റെ നീളം കൂടിയ ഭാഗമല്ലേ, അതൊരു 15 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക ഏകദേശം. എന്നിട്ട് 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ പോയിൻ്റ് ഇടുക. അപ്പോൾ എന്ത് ചെയ്യുക, 2 പോയിൻ്റ് കിട്ടും. ആ പോയിന്റിൽ നമ്മളിതാ ഓപ്പോസിറ്റ് ഭാഗത്തെ 2 കോർണറിൽ നിന്നും ഈ കാണുന്ന പോലെ നമ്മൾ അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ സൺ പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഓരോ കടകളിൽ ഈ അട്ടപ്പെട്ടി ഉണ്ടാവില്ലേ, ഓരോ ബോക്സ്, ഓരോ ബിസ്ക്കറ്റൊക്കെ പൊതിഞ്ഞു വരുന്ന അതിൻ്റെ പെട്ടിയിലും നല്ലതാണ്. പക്ഷെ ഇതുപോലെ കനം കുറഞ്ഞതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ അതാകുമ്പോൾ അതിനൊരു ഫിനിഷിങ്ങും ഉണ്ടാവും, നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് കട്ട് ചെയ്യാനും അത് ഒട്ടിക്കാനൊക്കെ നല്ല എളുപ്പം അതായിരിക്കും. നമ്മളിപ്പോൾ ഒരേപോലത്തെ കണ്ട 4 ഷീറ്റ് ഇതേപോലത്തെ നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം സ്റ്റുഡിയോ ലൈറ്റിൻ്റെ ബോക്സ് എങ്ങനെയാണ് വരികയെന്ന്, അതുപോലെ കട്ട് ചെയ്തെടുത്തത് നമ്മൾ ജോയിൻ ചെയ്യണം. ഇതുപോലെ ഒരുമിച്ച് വെച്ച് നമ്മുടെ കയ്യിലുള്ള ഇൻസുലേഷൻ ടേപ്പില്ലേ, ആ ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ മുകളിൽ ചേർത്ത് പിടിച്ച് അടി വരെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റാവണം കേട്ടോ, കറക്റ്റായാലാണ് അതിൻ്റെ ഫിനിഷിങ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒരു പൊടിക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മൾ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ഒട്ടിക്കുക. നമ്മുടെ ക്യാമറമാൻ നല്ല സൂപ്പറായിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ആൾ ഒട്ടിക്കണ പോലെ കുറച്ച് ക്ഷമ ഉണ്ടാവണം, ക്ഷമയിൽ അത് ഒട്ടിക്കുക. ഒട്ടിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ജസ്റ്റ്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള 4 എണ്ണം ഒട്ടിച്ചെടുക്കാം. 4 എണ്ണമല്ല 2 എണ്ണം ഒട്ടിക്കുക. വൃത്തിയിൽ സമാധാനത്തിൽ ചെന്നിട്ട് ഒട്ടിക്കുക. ഓരോന്ന് ഒട്ടിക്കുമ്പോഴും ഇതുപോലെ മടക്കി കൊടുക്കണം. ഈ 4 എണ്ണം ഒട്ടിക്കാൻ നല്ല എളുപ്പമാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവസാനത്ത് ഒട്ടിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അത് ജോയിൻ ചെയ്യണ സ്ഥലമായ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒറ്റയ്ക്ക് ഒട്ടിക്കാം, ഇല്ലെങ്കിൽ ഒരാളെ നമ്മൾ സഹായത്തിന് വിളിക്കുക. എന്നിട്ട് അത് 2 പേരും കൂടിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് ഇത് നേരത്തെ പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫൈനലായിട്ട് ടച്ച്, ഈ ഫൈനൽ ടച്ചിലാണ് നമ്മുടെ ആ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ മെയിൻ സംഭവം ഇരിക്കുന്നത്. ആ ബോക്സ് വൃത്തിയാകുമ്പോഴാണ് അതിന് വരുന്നുള്ള ലൈറ്റും വൃത്തിയാവുക. കാരണം ഈ 4 ആംഗിളിൽ നിന്നുള്ള നമ്മുടെ ഈ ബൾബിൻ്റെ പ്രകാശം ഈ 4 ആംഗിളിലൂടെ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതെങ്ങാനും വല്ല ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ വൃത്തി വരില്ല. അപ്പോൾ എന്ത് ചെയ്യുക,
കുറച്ച് ടൈം എടുത്താലും വൃത്തിയിൽ ഒട്ടിക്കുക. വേണ്ട, നല്ല വൃത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നും കൂടി നമ്മുടെ അത് ഒന്ന് സ്ട്രോങ് ആക്കാൻ നമ്മുടെ ഫെവിക്കോൾ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ എന്തെങ്കിലും പെൻസിലോ ഇതോ തെറ്റോ അല്ലെങ്കിൽ ബ്രഷോ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പക്ഷെ നമ്മൾ കുഴപ്പമില്ല എന്ന് തോന്നിയ കാരണം നമ്മൾ വിരൽ കൊണ്ട് തന്നെയാണിത് നമ്മളത് ഒട്ടിച്ചു കൊടുത്തത്. കാരണം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ പോരാ. അപ്പോൾ വിരൽ കൊണ്ട് തന്നെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ഓരോ മൂലകളിലും ചെല്ലുണ്ട്. അപ്പോൾ വിരൽ കൊണ്ട് ഒട്ടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല സാവധാനം എടുത്തിട്ട് മെല്ലെ ചെയ്താൽ മതി, ധൃതിയില്ല, സാവധാനത്തിൽ എല്ലാ മൂലകളും ഒട്ടിച്ചു കൊടുക്കുക. കണ്ട, കറക്റ്റല്ലേ? കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അടുത്തത് നമ്മുടെ അലുമിനിയം പേപ്പർ, അതായത് നമ്മുടെ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ആ സെയിം പേപ്പർ തന്നെ, ബിരിയാണി ദമ്മിടുമ്പോൾ ഉപയോഗിക്കുന്ന ആ സെയിം പേപ്പർ. അത് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ആദ്യം തന്നെ അത് ഒട്ടിച്ചൂടെ, വേണ്ടവർക്ക് അങ്ങനെ ഒട്ടിക്കാം. പക്ഷെ അങ്ങനെ ഒട്ടിക്കുമ്പോഴേ കറക്റ്റായിട്ട് നമ്മുടെ പശ എല്ലാ മൂലകളിലേക്ക് എത്തില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ള കാരണമാണ് ഞങ്ങൾ ആദ്യം ഒട്ടിക്കാതിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒട്ടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ലാതെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കുക. ഓരോ മൂലകളും ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ വശത്ത് വെച്ച് ഒട്ടിക്കാവുന്നുള്ളൂ. കാരണം ഈ അലുമിനിയം പേപ്പർ വെറുതെ വെച്ചാൽ തന്നെ ഒന്ന് സ്റ്റിക്കാവണ പോലെ ആവുക. അപ്പോൾ ഒന്ന് വെച്ചെടുത്ത് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്തതിന് ശേഷം മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് എടുക്കാവുന്നുള്ളൂ. ആരും കൈ മുറിക്കല്ലേ, കൈ മുറിക്കാതെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ അവസാനം ആകെ ഗുലുമാലായിട്ട് വരില്ലല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ, കൈയൊന്നും മുറിയാതെ കറക്റ്റായിട്ട് വൃത്തിയിൽ പുറത്തേക്ക് വരാതെ. നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഒരിക്കലും ഈ അലുമിനിയം ഫോയിലിൻ്റെ പുറത്തേക്ക് വരാൻ പാടില്ല. ഇതുപോലെ കണ്ട അകത്ത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക നല്ല ഭംഗിയിൽ. ഇപ്പോൾ കണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ലൈറ്റ് അതിലേക്ക് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മെയിൻ സാധനം റെഡി. ഇനി അതിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാൻ, അതായത് ഒന്ന് ഭംഗി കൂട്ടാൻ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ പുറം ഭാഗത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് ആവും കുറച്ചുകൂടി നല്ലത്. ബ്ലാക്ക് ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അപ്പോൾ അത് ഒരു പേപ്പർ അടിയിൽ വെച്ചാൽ നന്നായിരിക്കും. കാരണം പുറത്തേക്കൊന്നും പെയിൻറ്റ് പോകാതെ, നമ്മൾ പ്രൊഫഷണൽ പെയിൻ്റ് അടിക്കാറില്ലാത്ത കാരണം എന്ത് ചെയ്യുക, ഒരു പേപ്പർ അടിയിലിട്ടെടുത്ത് നമുക്ക് പെയിൻ്റ് അടിക്കാം. നമ്മുടെ വലിയ പൈസ ചിലവാക്കരുത് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലുണ്ടാവണ സാധനങ്ങൾ ഇപ്പോൾ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുപോലെ പെയിൻ്റ് അടിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്നൊരു കളർഫുള്ളല്ല, ബ്ലാക്കാണ്, എന്നാലൊരു ഭംഗിക്ക് ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് ഒന്ന് പെയിൻ്റ് അടിക്കാം. വേണ്ട, പെയിൻ്റ് അടിച്ച് വരുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ഈ പെയിൻറ്റ് ഫുള്ളടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെച്ച് കൊടുക്കുക. നല്ല ഭംഗിയായില്ലേ, ഇങ്ങനെ നേരെ രസമില്ല. ഇനി അതൊന്ന് കുറച്ച് നേരം ഉണങ്ങാൻ വയ്ക്കാം. അടുത്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതെന്തിനാണ്, നമ്മുടെ ലൈറ്റ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫോറക്സ് ഷീറ്റാണ്. എന്താണ് ഫോറക്സ് ഷീറ്റ്? അത് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പറയാം. അപ്പോൾ ആ സാധനം നമ്മൾ കറക്റ്റ് ഒരു പീസാണെങ്കിൽ കണ്ട ഈ കാണിച്ച പോലെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനം ഇല്ലാത്ത കാരണം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ച് ഒന്ന് സെറ്റ് ചെയ്തതാണ്. കറക്റ്റ് ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. കാരണം വേറെ ഒരു ചെറിയൊരു ഹോളിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് നമ്മൾ അതിന് മുകളിൽ ഇൻസുലേഷൻ ചുറ്റുക. ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്ലെക്സിൻ്റെ വശം ഉണ്ടാവുമല്ലോ, ആ വശം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കാരണം അത് നല്ല സ്ട്രോങ് ആയിരിക്കണം. അതിന് ശേഷം നമ്മുടെ സ്റ്റേജ് പണിക്ക് വരുന്ന ചേട്ടന്മാർ കൊണ്ടുവരുന്ന ഈ സ്റ്റേജിനെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ്. അതിൻ്റെ കവർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊരു സ്റ്റാൻഡ് രൂപത്തിൽ രണ്ട് സൈഡിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ കമ്പി കൊണ്ട് ഒന്ന് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പക്ക ഒരു സ്റ്റാൻഡായിരിക്കും. ആ സ്റ്റാൻഡിലാണ് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ സ്റ്റാൻഡ്. അപ്പോൾ നമ്മുടെ അതല്ലേ നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഇതിനെ വെച്ചിട്ട് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ കുറച്ച് മുതിർന്ന എല്ലാവരും എന്നെ വിളിക്കുന്നത് നന്നാവും. ഇല്ലേ കുഴപ്പമൊന്നുമില്ല, എളുപ്പമാണ്. കണ്ട ഇതുപോലെ വെൽഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് പറ്റുന്നവരാണെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. അതായത് നമ്മുടെ ഈ പൈപ്പിൽ നമ്മുടെ ആ 7 അടി നീളമുള്ള ആ പൈപ്പ് ഇട്ടാൽ കറക്റ്റായിട്ട് വീണ് കിടക്കും. പക്ഷെ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രൊഫഷണലാക്കാൻ വേണ്ടിയിട്ട് അതിനെ നെറ്റ് വെച്ച് വെൽഡ് ചെയ്തു.
നെട്ടും ബോൾട്ടും. അപ്പോൾ ഒരു സ്ഥലത്ത് ബോൾട്ടും വേണ്ട മറ്റേ നമ്മുടെ 7 അടി പൈപ്പിൻ്റെ മുകളിൽ നെട്ടും വെച്ചു. എന്നിട്ട് അത് വെൽഡ് ചെയ്തു. ഇതാ ഈ കാണുന്ന പോലെ വെൽഡ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുമില്ല, ഇതാ ഇതുപോലെ നിൽക്കുമ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു 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 സുഖം. ഇതാ കണ്ട ഒരു രസമല്ലേ? അത് ജസ്റ്റ് അതിനുള്ളിൽ ഇട്ടാലും ഇരിക്കും കേട്ടോ. അപ്പോൾ ആരും അതിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത്. നമ്മളൊരു കുറച്ച് വീഡിയോ ഒരു രസമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു മാത്രം. എന്നിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ ഈ പൈപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ടീ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട ഈ കാണുന്ന പോലെ ഒരു ടീ ഷേപ്പിൻ്റെ തെറ്റത്തുള്ള ഒരു ഹോൾ ഇടണം. അവ വീഡിയോ നമുക്ക് കിട്ടിയില്ല, അത് വരണമാണ്. അതിനുശേഷം ആ ടീ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബോക്സിനായിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മുടെ സെൽഫ് സ്ക്രൂ വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇതാ ഈ കാണുന്ന പോലെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ 7 അടി പൈപ്പിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു പീസും കൂടി വെൽഡ് ചെയ്ത് ചേർത്ത് ആ എക്സ്ട്രാ ചേർത്തതിൻ്റെ മുകളിൽ ചെറിയൊരു ഹോൾ ഇടുക. ഇതാ ഈ കാണുന്ന പോലെ ഒരു ഹോള് തെറ്റത്ത് അതുപോലത്തെ ഒരു ഹോളും കൂടി ഇടുക. ഇത് നമ്മുടെ സ്റ്റാൻഡ്, നമ്മുടെ ആ ബോക്സ് ഇതിന് മുകളിൽ വെക്കാനാണ്. അതിന് ശേഷം കുറച്ച് നീളം കൂടിയൊരു നെറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ കൂടിയ അതില്ലേ 7 അടി നീളമുള്ള പൈപ്പ് അത് വെച്ച് നെറ്റും ബോൾട്ട് ചെയ്യാം. ആ നെറ്റും ബോൾട്ട് ചെയ്യണമെന്നില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ അത് പിടിപ്പിക്കാം. ഒന്നുകൂടി ഞങ്ങൾ അയച്ചിട്ട് ഒന്നും കാണിച്ചു തരുന്നുണ്ട്. ആ നെറ്റ് ടൈറ്റ് ചെയ്യണതിനനുസരിച്ച് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ഫോക്കസ് വേണ്ട ആ ഭാഗത്തേക്ക് നമുക്ക് ഫോക്കസ് കിട്ടും. മുകളിലേക്കാണെങ്കിൽ അങ്ങോട്ട് ചെയ്യാം, താഴത്തേക്കാണെങ്കിൽ ഒന്നുകൂടി നെറ്റൊന്ന് ലൂസാക്കി വീണ്ടും താഴത്തേക്ക് വെക്കുക, ടൈറ്റ് ചെയ്യാം. എന്നിട്ട് എന്താ പറയാൻ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് രസമാക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക. മൊത്തടിച്ചാൽ അത്രയും ഭംഗി. നമ്മൾ മൊത്തടിൻ്റെ നിർബന്ധമുള്ള കാര്യമില്ല കേട്ടോ, നമ്മളൊന്നൊരു ഒന്നൊരു ഭംഗി കൂട്ടുക, ആ ഒരു ഉദ്ദേശം മാത്രം. അപ്പോൾ ഒന്ന് വൃത്തിയാക്കുക. അതിന് ശേഷം ഇതേപോലത്തെ ഒരു ടിന്നെടുക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതിനൊന്ന് കട്ട് ചെയ്ത് ഈ കാണുന്ന പോലെ ഹോൾഡർ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അത് ഞങ്ങൾ കാണിക്കുന്നില്ല, കുറച്ച് ലേഗായിരുന്നു കാണിക്കുന്നില്ല. ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാവർക്കും അറിയാമല്ലോ, 2 ഭാഗത്തുള്ളത് കുറച്ച് മേപ്പോട്ട് നിൽക്കുന്ന പോലെയും സെൻറ്ററിലത്തെ മുകളിലേക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ വയറ് കണക്ഷൻ ചെയ്തെടുക്കുക. ഈ കണക്ഷൻ ചെയ്തെടുത്ത ഈ സാധനമല്ലേ, ഈ ബോക്സ് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ഈ സ്റ്റുഡിയോ ബോക്സിൻ്റെ ഉള്ളിലേ ഫിറ്റ് ചെയ്യണം. ഒന്നുമില്ല, ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ ചെറിയൊരു ഹോൾ എടുത്തിട്ട് ബാക്കി വയറുകൾ പുറത്തേക്ക് എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ പോർഷൻസുകളൊന്നും വീഡിയോ കിട്ടിയിട്ടില്ല. എന്നിട്ട് അവിടെ നിന്നുള്ള എല്ലാ പോസിറ്റീവ് ലൈൻസും ഒരുമിച്ചിട്ട് നമ്മുടെ വയറിൻ്റെ പോസിറ്റീവ് ലൈനിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ നെഗറ്റീവ് വയേഴ്സ് എല്ലാം ഇതാക്കിയിട്ട് നെഗറ്റീവിലേക്കും ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോട്ടൺ ക്ലോത്താണ്. ബട്ടർ പേപ്പർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നല്ല രസമായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ അഴക്കാ കയറിലൊക്കെ എടുക്കുന്ന ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ബൾബ് ഊരാനൊക്കെ പറ്റും. പെർമനൻറ്റ് ഫിക്സ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെയുണ്ട്? ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ലൈറ്റിലാണ് ഇപ്പൊ നമുക്ക് വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലൈറ്റ് അടിപൊളി ലൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ക്ലാരിറ്റി ക്വാളിറ്റി കമന്റിൽ പറയാം. അപ്പൊ നമ്മുടെ വേറെ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ ലൈറ്റിലാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. നിർത്തുന്നത് ഒരു കാര്യം കൂടി പറയാനുണ്ട്, കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മിക്ക വീഡിയോസും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ പോകുന്നതാണ് ഒരു പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോൾ പുതിയ വീഡിയോസ് ഇട്ടില്ലേ എന്നൊക്കെ ആൾക്കാർ ഒരു എന്താ പോലെ പറഞ്ഞിരുന്നു, ചോദിക്കേണ്ട ആൾക്കാരൊക്കെ ചോദിക്കേണ്ടത്. അതിൻ്റെ സൈഡിലുള്ള നിങ്ങൾ ചെയ്യാത്തൊരു കാര്യമുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഞെക്കിയിട്ട് അത് ഓളിക്ക് മാറ്റിയിടണം. അന്നേരമാണ് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എല്ലാവർക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ കേട്ടോ. കുഞ്ഞു പറഞ്ഞ പോലെ അത് മാറ്റിയിടാൻ ഓൾ അടിക്കണം കേട്ടോ, എന്നാലാണ് വീഡിയോസ് മൊത്തമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോവാണ്. സൈനിങ് ഓഫ്.
you.